പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 167 ആയത്തിൽ വഖാലല്ലദീന ഇത്തബഉ ലൗ അന്ന ലനാ കററതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്ന എന്ന ഭാഗമാണ് പഠിച്ചു വരികയുണ്ടായത്. പിന്തുടർന്നവരും ആരാധിച്ചിരുന്നവരും തങ്ങൾക്ക് ദുനിയാവിലേക്കൊരു മടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. ലൗ എന്ന പദം തേടുന്നത് എന്തെന്നും ലൗ അന്നലന കറത്തൻ എന്നിടത്ത് കറത്ത് അർത്ഥമാക്കുന്നതെന്തും എന്നും നമ്മൾ മനസ്സിലാക്കി. ലൗ അന്നലന കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്ന. ഇവിടെ പിന്തുടർന്നവർ അവിടെ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ദുനിയാവിലേക്ക് തങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഫനതബറഅ മിൻഹും, ഞങ്ങൾ പറഞ്ഞൊഴിയുമായിരുന്നു, അകന്ന് മാറുമായിരുന്നു, വിട്ടൊഴിയുമായിരുന്നു. കമാ തബറഉ മിന്ന, ഞങ്ങൾ അനുയായികളിൽ നിന്ന്, ഞങ്ങൾ പിന്തുടർന്നവരിൽ നിന്ന്, നേതാക്കന്മാർ പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞതുപോലെ, അകന്നതുപോലെ. ഇതാണിവിടെ ആയത്ത് തേടുന്നത്. ഇവിടെ പല വിവക്ഷകളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ഈ തുടർച്ചയിൽ പഠിക്കാം. ആരാധിച്ചിരുന്നവരും പിന്തുടർന്നവരും തങ്ങളുടെ ചെയ്തികളുടെ ദുരവസ്ഥയും ദുസ്ഥിതിയും ബോധ്യപ്പെട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൽ പിന്നെ ദുനിയാവിലേക്ക് തങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഈ നേതാക്കന്മാരും പിന്തുടരപ്പെട്ടവരും ഇവിടെ വെച്ച് ഞങ്ങളെ നിരാശപ്പെടുത്തിയതുപോലെ, ഇച്ഛാഭംഗത്തിന് ഇരയാക്കിയതുപോലെ അവരെയും ഞങ്ങൾ നിരാശപ്പെടുത്തുമായിരുന്നു, ഇച്ഛാഭംഗപ്പെടുത്തുമായിരുന്നു. ദുനിയാവിലേക്ക് മടക്കപ്പെട്ടതിന് ശേഷം ഈ നേതാക്കന്മാരോടും പിന്തുടരപ്പെട്ടവരോടും സന്ധിക്കുവാൻ തങ്ങൾക്കൊരു മടക്കത്തിൻ്റെ അവസരമുണ്ടായെങ്കിൽ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. നേതാക്കന്മാർ ഞങ്ങളെ പരലോക കോടതിയിൽ നിരാശപ്പെടുത്തി. ഞങ്ങൾ അവരെ പിന്തുടർന്നത് ഞങ്ങളുടെ വീഴ്ചയും മഹാപരാജയവുമായിരുന്നു. ഒരു മടക്കത്തിൻ്റെ സാഹചര്യം വന്നു കിട്ടുകയാണ് എങ്കിൽ ദുനിയാവിലേക്ക് മടങ്ങി ഈ നേതാക്കന്മാർ തങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ അവർക്ക് പിടികൊടുക്കാതെ, അവരെ പിന്തുടരാതെ, അവരിൽ നിന്ന് അകന്നു മാറി, ഒഴിഞ്ഞു മാറി അവരെ നിരാശപ്പെടുത്താൻ, പരാജിതരാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് അവർ വൃഥ കൊതിക്കുന്നത്. ബോധപൂർവം നേതാക്കന്മാർ ഞങ്ങളെ ക്ഷണിച്ചു, ഞങ്ങൾ അവരെ പിന്തുടരാൻ. വിവരക്കേടിനാൽ ഞങ്ങൾ അവരെ പിന്തുടർന്നു, അനുഗമിച്ചു. ഈ പരലോക കോടതിയിൽ ഞങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. ദുനിയാവിലേക്ക് ഇനിയൊരു മടക്കം ഞങ്ങൾക്കും നേതാക്കന്മാർക്കും ഉണ്ടാവുകയും ബോധപൂർവം അവർ തങ്ങളെ പിന്തുടരാൻ ക്ഷണിക്കുമ്പോൾ ബോധത്തോടും അറിവോടും കൂടി അവരെ തള്ളിപ്പറയാനും അവരെ തിരസ്കരിക്കാനും ഞങ്ങൾക്കാകണം. അതിനാണ് ഒരു മടക്കം അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ആഗ്രഹം അസ്ഥാനത്താണ്. അത് വൃഥ ഒരു കൊതി മാത്രമാണ്. അതാണ് ലൗ അന്നലന കറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്ന എന്നതിൻ്റെ താല്പര്യം. നമ്മൾ ലൗ എന്നതിനെക്കുറിച്ച് പറഞ്ഞു. വ്യാകരണത്തിൽ ലൗ ലിത്തമന്നി, ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പ്രയാസകരമായത് കൊതിക്കുന്നതിന് പ്രയോഗിക്കും. അതേപോലെ ലൗ എന്നത് ഷർത്തിയ, വലൗ ഷാ അല്ലാഹു മഖ്തതലു എന്ന് പറയല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല എന്ന്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അതാണ് ലൗ എന്നതിൻ്റെ അർത്ഥം, അതാണ് ഷർത്തിയ. ഈ ആശയത്തിൽ ലൗ വരും. അതേപോലെ ലൗ എന്നത് മസ്ദരിയ, മസ്ദറിൻ്റെ അർത്ഥത്തിൽ വദ്ദു ലൗ തക്ഫുറൂൻ എന്ന് പറയില്ലേ, വദ്ദു അൻ തക്ഫുറു എന്ന അർത്ഥത്തിൽ അവിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ. അറബി ഭാഷയിൽ ലൗ എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകതയാണിത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗ അന്ന ലനാ കറത്തൻ എന്ന് പ്രയോഗിച്ചപ്പോൾ അത് ഇങ്ങനെ അസാധ്യമായത് ആഗ്രഹിക്കുവാനുള്ള ഒരു പ്രയോഗമാണ്. നമ്മളത് വിശദീകരിച്ചു പോയതാണ്. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ ഒരു മടക്കത്തിൻ്റെ അവസരം വൃഥ ആഗ്രഹിച്ചു പോകുന്നത് എന്തിനാണ്? ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്ന, അതിനാണ്. ഫനതബറഅ മിൻഹും, അവരിൽ നിന്ന് ഞങ്ങൾ അകലും ഒഴിയും എന്നാണ്. ഞങ്ങൾ പിന്തുടർന്നവരാണ്, അവർ പിന്തുടരപ്പെട്ടവരാണ്. നതബറഅ എന്നത് നമ്മൾ
പഠിച്ചുപോയി. ബുർ ബറാഅത്ത്, അതിൽ നിന്ന് വിൽപ്പന്നമായ ക്രിയയാണ് നതബറ എന്നുള്ളത്. കമാ തബറഉ മിന്ന, തബറഉ എന്നുള്ളതും ഇതുപോലെയാണ്. തീർത്തും പേർത്തും ഒഴിയുക, നന്നെ അകലുക, നിരുത്തരവാദിയാവുക എന്നർത്ഥം തരുന്ന പ്രയോഗമാണത്. ഇമാം അൽ ഖുർത്തുബി അത്തബറു എന്ന് പറഞ്ഞാൽ അൽ ഇൻഫിസാൽ എന്നാണ് അർത്ഥം നൽകിയത്. വേർപ്പെടുക, വേർപിരിയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ നേതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾ വേർപിരിയും, വിട്ടകലും, അവർ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞതുപോലെ, വിട്ടകന്നതുപോലെ എന്നാണ് അപ്പോൾ ആശയം വരുന്നത്. യാതൊരു ബന്ധവുമില്ലാത്ത വിധം, ഒരു ലാഞ്ചന്യവുമില്ലാത്ത വിധം മുക്തമാവുക, ഒഴിയുക. സൂക്ഷ്മമായൊരു പ്രയോഗമാണത്. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് ഈ ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ. അതേപോലെ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലു അൻതും ബരീഊന മിമ്മാ അഅമലു വഅന ബരീഉം മിമ്മാ തഅമലൂൻ ഇന്നാ ബുറാഉ മിൻകും ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ. ഇങ്ങനെ തുടങ്ങി പലയിടത്തും. ഇവിടൊക്കെ പൂർണ്ണമായ ഒഴിയൽ, നിരപരാധിത്വം, അകലൽ, ഇതൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മദീനയിൽ ഫർവ ഇബ്നു നൗഫൽ അൽ അസ്ജഈ വന്ന സംഭവം തിരുദൂതർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ ജാഅ ബിക്, താങ്കൾ എന്തിനാണ് വന്നത്? അപ്പോൾ ജിഇതു യാ റസൂലല്ലാഹ് ലിതുഅല്ലിമനി ഷൈഅൻ അഖൂലുഹു ഇൻദ മനാമി, ഉറങ്ങുമ്പോൾ ഞാൻ ചൊല്ലേണ്ടത് വല്ലതും താങ്കൾ എന്നെ പഠിപ്പിക്കാനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖദ്ത മദ്ജഅക് ഫഖറ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, താങ്കൾ കിടപ്പറ പ്രാപിച്ചാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതുക. സുമനം അലാ ഖാതിമതിഹ, എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഉറങ്ങുക. ഫഇന്നഹ ബറാഅത്തു മിനശ്ശിർക്ക്, കാരണം അത് ഷിർക്കിൽ നിന്ന് മുക്തിയാണ്, മോക്ഷമാണ്, മോചനമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും മോക്ഷം, മുക്തി, അതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് എന്ന് പറഞ്ഞു. ഒരു വ്യക്തി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതി നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയുണ്ടായി. അതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് അമ്മാ ഹാദാ ഫഖദ് ബരിഅ മിനശ്ശിർക്ക്, ഈ മനുഷ്യൻ ഷിർക്കിൽ നിന്ന് മോചിതമായിരിക്കുന്നു എന്നാണ്. അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമ്മാ ഹാദാ ഫഖദ് ഗുഫിറ ലഹ്, എന്നാൽ ഈ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഷിർക്കിൽ നിന്നുള്ള മോചനം, അതാണ് ബരിഅ, ബറാഅത്ത്. ആ ഒരു ആശയത്തെ തരുന്ന പ്രയോഗമാണ് ഫനതബറഅ കമാ തബറഉ, അതേപോലെ ഇത്തബറഅ അല്ലദീന ഉത്തുബിഉ, ഇവിടങ്ങളിലൊക്കെ പ്രയോഗിക്കപ്പെട്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട വിട്ടൊഴിയൽ, അകൽച്ച, വേർപിരിയൽ, ഒഴിഞ്ഞുമാറൽ, അത് എത്ര ഗൗരവപ്പെട്ട നിലക്കാണ്, എത്ര നിരാശ തരും വിധമാണ്. ജീവിതകാലയളവ് മുഴുവൻ അനുഗമിച്ചും അനുകരിച്ചും പിന്നാലെ ജയ് വിളിച്ചും മുദ്രാവാക്യം മുഴക്കിയും എപ്പോഴും ആരാധിച്ചും പ്രാർത്ഥിച്ചും നമിച്ചും പൂജിച്ചുമൊക്കെ സദാ തുടർന്നു. ഇതൊക്കെ അവിടെ രക്ഷപ്പെടുത്താനും അവിടെ സഹായിക്കാനും ശുപാർശ ചെയ്യാനും മധ്യവർത്തികളാകാനുമൊക്കെയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആളെ അറിയാത്തതുപോലെ, മുൻ പരിചയമില്ലാത്ത പോലെ ഒഴിയുന്നു, അകലുന്നു, അത് തുറന്നു പറയുന്നു. അതാണ് ഖമാ തബറഉ മിന്ന എന്നിടത്ത് നമ്മൾ പ്രത്യേകം വായിക്കേണ്ട വിഷയം. ഇവിടെ ഖമാ തബറഉ മിന്ന എന്നുള്ളിടത്ത് കാഫ് തശ്ബീഹിനാണോ തഅലീലിനാണോ? അതേപോലെ ഖമാ എന്നുള്ളിടത്ത് മ എന്താണ് അർത്ഥമാക്കുന്നത്? മാ മസ്ദരിയയാണ്. ഖമാ തബറഉ മിന്ന എന്ന് പറഞ്ഞാൽ മാ തബറഉ മിന്ന എന്നതിൻ്റെ അർത്ഥം ക്രിയാധാതുവിൻ്റെ അർത്ഥം. ക എന്നുള്ളത് തശ്ബീഹിനാകുമ്പോൾ മിസ്ല പോലെ എന്ന അർത്ഥത്തിൽ. അപ്പോൾ കമാ തബറഉ മിന്ന എന്ന് പറഞ്ഞാൽ കതബറുഇഹിം മിന്ന, ഞങ്ങളിൽ നിന്ന് അവരുടെ ഒഴിയൽ, അകൽച്ച അതുപോലെ. അതാണ് മാ മസ്ദരിയ എന്ന് പറഞ്ഞാൽ മായും ക്രിയയും കൂടി ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ. മാ തബറഉ എന്ന് പറഞ്ഞാൽ തബറുഹും, കമാ തബറഉ എന്ന് പറഞ്ഞാൽ കതബറുഇഹിം, അവരുടെ ഒഴിയൽ പോലെ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ പരലോക കോടതിയിൽ പിന്തുടരപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞതുപോലെ ഫനതബറഅ, ഞങ്ങളും ഒഴിയാൻ ഒരു മടക്കത്തിന് അവസരമുണ്ടായിരുന്നെങ്കിൽ എന്നവർ കൊതിക്കും. എന്നാൽ കമാ തബറഉ മിന്ന എന്നുള്ളിടത്ത് ക അത് തഅലീലിന് വേണ്ടിയാണ് എങ്കിൽ അർത്ഥം ഫനതബറഅ മിൻഹും, അവരിൽ നിന്ന് ഞങ്ങൾ ഒഴിയാൻ, കമാ തബറഉ മിന്ന ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞതിനാൽ, ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞത് കാരണത്താൽ എന്നാണ് അർത്ഥം. രണ്ടായാലും തശ്ബീഹിനായാലും തഅലീലിനായാലും ഏറെക്കുറെ ആശയം ഒരുപോലെയാണ്. ഈ നേതാക്കന്മാർ ചെയ്ത ഈ അപരാധം
അതിനു തത്തുല്യമായ അപരാധം അവരോട് പുലർത്താൻ പാലിക്കാൻ ഒരു മടക്കത്തിൻ്റെ അവസരം കൊതിക്കുകയാണ്. കൊതി, പൂതി, ആഗ്രഹം ഫലപ്പെടാത്ത പരലോകോടതിയിൽ ഈ അനുയായികൾ, ആരാധിച്ചിരുന്നവർ, പിന്തുടർന്നിരുന്ന ആളുകൾ. ഇതാണിവിടെ ഈ ഒരു ഭാഗത്തിൻ്റെ തഫ്സീർ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ എന്നാണ്. കദാലിക് അപ്രകാരം, യുരീഹിമുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കും, അഅമാലഹും അവരുടെ കർമ്മങ്ങളെ, ഹസറാത്തിൻ അലൈഹിം അവർക്ക് ഹസറാത്ത് ആയ നിലക്ക്, അല്ലെങ്കിൽ ഹസറാത്ത് ആയിക്കൊണ്ട്. ഇവിടെ കദാലിക് അതുപോലെ, അല്ലെങ്കിൽ അപ്രകാരം എന്ന് പറഞ്ഞാൽ എപ്രകാരം? അല്ലാഹു സുബ്ഹാനഹു വ തആല വറഔൽ അദാബ് എന്ന് പറഞ്ഞില്ലേ, അവർ ശിക്ഷയെ കാണും എന്ന്. ആ ശിക്ഷയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചതുപോലെ, അതേപോലെ ആ ശിക്ഷയുടെ ഭാഗമായി പിന്തുടരപ്പെട്ട നേതാക്കന്മാരും ആരാധ്യന്മാരും പിന്തുടർന്നവരിൽ നിന്ന് അകലുകയും ഒഴിയുകയും ചെയ്തു. അതുപോലെ അതേപോലെ വതഖത്തഅത് ബൈനഹുമുൽ അസ്ബാബ് എന്ന് പറഞ്ഞില്ലേ, അവരോടൊപ്പം ഉണ്ടായിരുന്ന സബബുകൾ, അതോടൊപ്പം അവർ വീണു പതിതരായി. ആ സബബുകൾ അവരെ തൊട്ട് മുറിഞ്ഞുപോയി. സ്നേഹബന്ധങ്ങളും കർമ്മങ്ങളും കരാറുകളും ഉടമ്പടികളും നന്മകളും പദവികളും ഒക്കെയും അവരെ കൈവിട്ടു. ഇതൊക്കെ നന്നേ പരാജയം, കൊടിയ നഷ്ടം. ഇതുപോലെ യുരിഹിമുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിക്കും, അഅമാലഹും അവരുടെ കർമ്മങ്ങളെ, ഹസറാത്തിൻ അലൈഹിം അവർക്കുമേൽ സങ്കടങ്ങളായി, വിഷമങ്ങളായി, അവശമായ നിലയിലൊക്കെ. യുരിഹിമുല്ലാഹ് അല്ലാഹു അവർക്ക് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ യുരി എന്ന ക്രിയ എന്താണ് അർത്ഥമാക്കുന്നത്? കാഴ്ചയെയാണോ അതല്ല അറിവിനെയാണോ? ഇവിടെ യുരി എന്ന് പറഞ്ഞാൽ കാണിക്കലാണ്, ഇറാഅത്ത്. ഈ കാണിക്കൽ ബസറിയത്താണോ, കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണോ ഇവിടെ ഉദ്ദേശം? അതല്ല കൽബ് കൊണ്ടുള്ള കാഴ്ചയാണോ ഉദ്ദേശം? കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ് എങ്കിൽ അവർക്ക് പരലോക കോടതിയിൽ കർമ്മങ്ങൾ നഗ്ന നേത്രങ്ങളാൽ കാണാൻ അവസരമുണ്ടാവുക എന്നുള്ളതാണ്. യുരി എന്ന ക്രിയ അപ്പോൾ രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകിടക്കും. യുരീഹിം അള്ളാഹു അവർക്ക് കാണിക്കും. അപ്പോൾ അവർക്ക് യുരീഹിം എന്നത് അതിൻ്റെ ഒന്നാമത്തെ മഫ്ഊൽ കർമ്മം, അഅമാലഹും എന്നത് രണ്ടാമത്തെ കർമ്മം അഅമാല എന്നുള്ളത്. അവർക്ക് അവരുടെ കർമ്മങ്ങളെ കാണിക്കും. ഹസറാത്തിൻ അലൈഹിം അവർക്ക് ഹസറാത്തായ നിലക്ക് അവസ്ഥയിൽ, ഹസറാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹാൽ, ഖേദമായ, നഷ്ടമായ, അവശമായ അവസ്ഥയിൽ എന്നർത്ഥം. എന്നാൽ യുരി എന്നുള്ളത് കാണിക്കൽ, അത് അൽ ഇറാഅത്തുൽ ഖൽബിയ, അകക്കണ്ണിൻ്റെ കാണിക്കലാണ് എങ്കിൽ അതിനാണ് നമ്മൾ അറിയിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞത്. യുരിഹിമുള്ള അള്ളാഹു അവരെ അറിയിക്കും. അപ്പോൾ യുരി എന്നുള്ള ക്രിയ 3 മഫ്ഊലിനെ, കർമ്മങ്ങളെ തേടുന്ന ക്രിയയാണ്. അപ്പോൾ യുരീഹിം അള്ളാഹു സുബ്ഹാനഹു തആല, യുരീഹിമുള്ള അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അറിയിക്കും. അവരെ എന്നുള്ളത് ഹിം എന്നത് ഒന്നാമത്തെ മഫ്ഊൽ, അഅമാലഹും എന്നുള്ളത് രണ്ടാമത്തെ മഫ്ഊൽ, ഹസറാത്തിൻ എന്നുള്ളത് മൂന്നാമത്തെ മഫ്ഊൽ. ഭാഷയിൽ ക്രിയകൾ ഇങ്ങനെ പ്രത്യേകതകളും പ്രയോഗങ്ങളുമൊക്കെ ഉള്ളവയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വിശുദ്ധ ഖുർആൻ വിവരിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും. അപ്പോഴാണ് പൂർണ്ണമായ അതിൻ്റെ ആശയവും താല്പര്യവും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളെ അവർക്ക് ഹസറാത്തായി അറിയിക്കും, അല്ലെങ്കിൽ കാണിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഹസറാത്ത് തേടുന്നതും അർത്ഥമാക്കുന്നതും എന്താണ്? ആ പദത്തിൻ്റെ തേട്ടം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നതിൻ്റെ, കാണിക്കുന്നതിൻ്റെ പ്രത്യേകതയും ഗൗരവവും മനസ്സിലാക്കുവാൻ. ഹസറാത്ത് എന്നത് ഹസറിൽ നിന്നോ അല്ലെങ്കിൽ ഹുസൂറിൽ നിന്നോ വിൽപ്പന്നമാകുന്ന നാമമാണ്. ഹസർ എന്ന് പറഞ്ഞാൽ കശ്ഫ് എന്നാണ് അർത്ഥം. കശ്ഫ് വെളിപ്പെടലാണ്. ഒരു ഹദീസിൽ കാണാം, സഹാബി അബ്ദുള്ള ഇബ്നു അംർ പറയുകയാണ്, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. അങ്ങനെ മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ചിലർ മടങ്ങി, ചിലർ മസ്ജിദിൽ തന്നെ തങ്ങി. ഞങ്ങൾ ഇശ നിസ്കാരത്തിന് സമയമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക്, മസ്ജിദിൽ തങ്ങിയവരിലേക്ക് വേഗത്തിൽ വരികയുണ്ടായി. ഓടിപ്പാഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിശ്വസിച്ചുകൊണ്ടാണ്, കിതച്ചുകൊണ്ടാണ് വരുന്നത്. വഖദ് ഹസറ സൗബഹു അൻ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വസ്ത്രം കാൽമുട്ടുകളിൽ നിന്ന് തുറന്നു പിടിച്ചിട്ടുണ്ട്, കാൽമുട്ടുകളെ തൊട്ട് വെളിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാൽമുട്ടുകൾ കാണുന്ന രീതിയിൽ ഓടിപ്പാഞ്ഞു വരികയാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ. ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ യുബാഹി ബികുമുൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ നിങ്ങളുടെ റബ്ബ് ആകാശ കവാടങ്ങളിലൊന്ന് തുറന്ന് നിങ്ങളെ നോക്കി മലക്കുകളോട് അഭിമാനം പറയുന്നു, ഊറ്റം കൊള്ളുന്നു. ഉൻദുറു ഇലാ ഇബാദി ഖദ് അദ്ദൗ ഹഖ്ഖൻ മിൻ ഹഖ്ഖി സുമ്മഹും യൻതദിറൂന അദാ ഹഖ്ഖിൻ ആഖർ യുഅദ്ദൂനഹു. എൻ്റെ ഈ ദാസന്മാരെ നോക്കൂ, അവർ എനിക്കുള്ള ഒരു ഹക്ക് നിർവഹിച്ചു, മഗ്രിബ് നിസ്കാരം, എന്നിട്ട് അവർ മറ്റൊരു ഹക്ക് നിർവഹിക്കുവാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഊറ്റം കൊള്ളുന്നത്. പള്ളിയിൽ നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരുന്ന ആ ആളുകളുടെ വിഷയത്തിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്നാണ്. അത് പറയാൻ വേണ്ടി വന്നപ്പോൾ ഹസറ സൗബഹു അൻ റുക്ബതൈഹി, കാൽമുട്ടുകളിൽ നിന്ന് സൗബിനെ വെളിവാക്കി നീക്കി ഓടിപ്പാഞ്ഞു വന്നു എന്നാണ്. അവിടെ ഹസറ എന്ന പ്രയോഗം, അതാണ് നമ്മുടെ വിഷയം. യമാമ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരനുഭവം അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. ഈ സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ഷമ്മാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖതീബായിരുന്നു. ഉയർന്ന ശബ്ദമായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ. അതിനാൽ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതേ എന്ന് വിശ്വാസികൾ വെച്ച് അള്ളാഹു പറയാണ്. ഒച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കരുത്, നിങ്ങൾ അന്യോന്യം സംസാരിക്കുന്നത് പോലെ. അങ്ങനെയായാൽ നിങ്ങളുടെ അമലുകൾ തകർന്നു പോകും, നിഷ്ഫലമാകും, നിങ്ങൾ അറിയാത്ത നിലയ്ക്ക് എന്നാണ് ആയത്ത് പറയുന്നത്. അപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് ആകട്ടെ ഉയർന്ന ശബ്ദമുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരാതായി ദുഃഖഭരിതമായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഇങ്ങനെയുള്ളൊരു ചരിത്രം ഉണ്ടല്ലോ. അവസാനം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രോഗിയായിരിക്കുമെന്ന നിലക്ക് സന്ദർശനം നടത്തി. അപ്പോൾ അദ്ദേഹം രോഗിയൊന്നുമല്ല, തല താഴ്ത്തി വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയാണ്. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ തിരുസവിധത്തിലേക്ക് വരാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ആയത്ത് ഓതിയിട്ട്, ഞാൻ നിങ്ങൾ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശബ്ദം കൂടിയ വ്യക്തിയല്ലേ, അതുകൊണ്ട് എൻ്റെ അമലുകൾ പൊളിഞ്ഞു പോവുകയും ഞാൻ നരകക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്ന പേടിയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സഅദിനെ ഈ സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ഷമ്മാസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട്, ഇന്നക ലസ്ത മിൻ അഹ്ലിന്നാർ വലാകിന്നക മിൻ അഹ്ലിൽ ജന്ന, താങ്കൾ നരകക്കാരിൽപ്പെട്ടവനല്ല, പ്രത്യുത താങ്കൾ സ്വർഗാർഹനാണെന്ന് സന്തോഷവാർത്ത അറിയിച്ചു, കൽപ്പിച്ചു. അതാണ് ഈ സാബിത്ത് ബിൻ ഖൈസിൻ്റെ പ്രത്യേകത. ചരിത്രപ്രസിദ്ധമായ യമാമ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ ഉടനെ ഈ മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകത്വം വാദിക്കുകയും അങ്ങനെ കുറേ ആളുകളെ അയാൾ പിഴപ്പിക്കുകയും യമാമയിൽ അവർ സംഘടിക്കുകയും ചെയ്ത സമയം അവരോട് ഇസ്ലാമിക സൈന്യം ഏറ്റുമുട്ടിയല്ലോ. അങ്ങനെ ആ സമയം അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ഷമ്മാസ് ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന സമയം, ഞങ്ങൾക്കിടയിൽ നടക്കുമ്പോഴൊക്കെ സ്വർഗാർഹനായൊരു വ്യക്തിയാണ് ആ നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നേ ബോധ്യമായിരുന്നു. ഞാൻ യമാമ യുദ്ധസമയം സാബിത്ത് ബിൻ ഖൈസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വഖദ് ഹസറ അൻ ഫഖിദൈഹി വഹുവ യതഹന്നതു, സാബിത്ത് ബിൻ ഖൈസ് തൻ്റെ കാൽത്തുട വെളിപ്പെടുത്തി അവിടെ സുഗന്ധം തേക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ എല്ലാവരും യുദ്ധത്തിൽ, കൊടുമ്പിരി കൊണ്ട യുദ്ധം യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബും ബനു ഹനീഫ ഗോത്രത്തിലെ മിക്കരും മുസ്ലിമീങ്ങളോട് വലിയ യുദ്ധത്തിലാണ്, കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ്. അപ്പോൾ ആ സമയമാണ് സാബിത്ത് ബിൻ ഖൈസ് തൻ്റെ കാൽത്തുടയിലുമൊക്കെ സുഗന്ധം തേക്കുന്നത്. അപ്പോഴാണ് അനസ് പറയുന്നത്, മാ യഹ്ബിസുക അല്ലാ തജി, ഈ രണാങ്കണത്തിലേക്ക് വരാൻ താങ്കൾക്ക് തടസ്സം എന്താണ്? എന്താ നിങ്ങളിപ്പോൾ സുഗന്ധം തേച്ചിരിക്കുന്നത്? അപ്പോഴാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽ ആന യാ ഇബ്ന അഖി, സഹോദര ഇപ്പോൾ ഞാൻ വരാ എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം വരുന്നത്, സാബിത്ത് ബിൻ ഖൈസ് വരുന്നത് വഖദ് തഹന്നത വലബിസ കഫനഹു എന്നാണ്, സുഗന്ധമൊക്കെ പൂശി കഫംപുടവ ധരിച്ചാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ കാൽത്തോടെ വെളിപ്പെടുത്തിയിട്ട് അദ്ദേഹം സുഗന്ധം തേച്ചത് അദ്ദേഹം മരിക്കാൻ തയ്യാറായി, രക്തസാക്ഷിത്വത്തിന് തയ്യാറായി സുഗന്ധം തേച്ച് കഫൻ ധരിച്ചിട്ട് ഇറങ്ങാനാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഖാതലഹും ഹത്താ ഖുതിൽ, ഈ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി അദ്ദേഹം യമാമ യുദ്ധത്തിൽ ഷഹീദായി, രക്തസാക്ഷിയായി.
ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് വഖദ് ഹസറ അൻ ഫഖ്ദൈഹി വഹുവ യതഹന്നത്ത് എന്നാണ്. നമ്മൾ മയ്യത്തിനൊക്കെ സുഗന്ധദ്രവ്യം പുരട്ടി കൊടുക്കുമല്ലോ, വസ്ത്രത്തിലും അതേപോലെ ശരീരത്തിലും. അദ്ദേഹം ആ പണി ചെയ്യായിരുന്നു. അതാണ് അവിടെ വിഷയം. ഏതായാലും ഞാൻ ഈ പറഞ്ഞത് ഈ ഹസറ എന്ന ക്രിയയുടെ പ്രത്യേകത, അതിനർത്ഥം മനസ്സിലാക്കാനാണ് ഈ രണ്ട് സംഭവത്തെ ഉണർത്തിയത്. ഹസറാത്ത് എന്ന് പറഞ്ഞാൽ ഹസറത്തിൻ്റെ ബഹുവചനാണ്. ഇൻകിഷാഫുൻ അൻ ഹാലത്തിൻ നദാമ എന്നാണ്. ഖേദം, ദുഃഖം, അതിനെ വെളിപ്പെടുത്തുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. മിഹ്സറ എന്ന് പറയും മിക്നസക്ക്. മിക്നസ എന്താ? നിലം അടിച്ചു വാരുന്ന ചൂലിനും മറ്റാണ് പറയുക. അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ കച്ചറ നീങ്ങിയാൽ മണ്ണും നിലവും വെളിപ്പെടും. ഏതായാലും ഖേദത്തെ, ദുഃഖത്തെ വെളിപ്പെടുത്തുക, പ്രകടമാക്കുക എന്നുള്ളതാണ്. ഖേദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്ഥാനം കൽബാണ്. അത് ആളുകളിൽ നിഴലിക്കുക, പ്രകടമാകുക എന്നതിനാലാണ് ഈ ഖേദപ്രകടനത്തിന്, ദുഃഖപ്രകടനത്തിന് ഹസറാത്ത് എന്ന് പറയുന്നത്. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അവർക്ക് ഖേദം പ്രകടമാകും വിധം, ദുഃഖം വെളിവാകും വിധം അവരുടെ അമലുകളെ അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നാണ് ആ നിലക്ക് അർത്ഥം പറയുമ്പോൾ ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എന്നാൽ ഹസറാത്ത് എന്നത് ഹുസൂറിൽ നിന്ന് വരുമ്പോൾ, ഹുസൂർ ക്ഷീണത്തെ അർത്ഥമാക്കുന്ന പദാണ്. മലക്കുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് മലക്കുകൾ അഹങ്കരിക്കൂല. വലാ യസ്തഹ്സിറൂൻ, അവർ ആരാധനയുടെ വിഷയത്തിൽ ക്ഷീണിക്കുകയോ അവശമാവുകയോ ഇല്ല എന്ന്. അതേപോലെ സുമ്മർജിഇൽ ബസറ കറതൈനി യൻഖലിബ് ഇലൈകൽ ബസറു ഖാസിഅ വഹുവ ഹസീർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ആകാശത്തിലേക്ക് നോക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ആകാശത്തിലേക്ക് നോക്കി കണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ. പരാജിതമായി ആ കണ്ണ് മടങ്ങി വരും. വഹുവ ഹസീർ, അത് അവശമായി, പരവശമായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഹസീർ എന്നുള്ളത് ഇതേപോലെ അവശമായി എന്ന അർത്ഥത്തിൽ, പരവശമായി എന്ന അർത്ഥത്തിലാണ്. വാദി അൽ മുഹസ്സർ എന്ന് പറയും. എവിടെ വാദി അൽ മുഹസ്സർ? മക്കയിൽ വിശുദ്ധ മിനയുടെയും അതേപോലെ മുസ്ദലിഫയുടെയും ഇടയിലൊരു സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ രാപ്പാർത്ത് പിന്നീട് സുബഹി നിസ്കരിച്ച് ദുആയിൽ നിന്നു. അങ്ങനെ ആ ദുആ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിലേക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഹത്താ അതാ ബത്ന മുഹസ്സിരിൻ ഫഹറക നാഖതഹു ഖലീലൻ എന്നാണ്. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ മുഹസ്സിർ താഴ്വാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. അവിടെ എത്തിയപ്പോൾ തൻ്റെ ഒട്ടകത്തെ കുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചലിപ്പിച്ചു എന്നാണ്, വേഗം കൂട്ടി എന്നാണ്. എന്താ ബത്ന് മുഹസ്സിർ അല്ലെങ്കിൽ വാദി മുഹസ്സിർ? അബ്രഹത്തിൻ്റെ ആനപ്പട, ആൾപ്പട കഅബ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അബ്രഹത്തിൻ്റെ ആനകൾ ക്ഷീണിച്ചു, അവശമായി നിന്നു. എവിടെ? ഈ മുഹസ്സറിൽ. അവിടെ വെച്ച് ആനകൾക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ അത് അവശമായി എന്നാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് വാദി മുഹസ്സിർ എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ ഇതൊക്കെ പറയുന്നത് ഈ ഹസറാത്ത് എന്നതിന് അവശമാവുക, ക്ഷീണമുള്ളതായ അവസ്ഥയിലാവുക എന്നൊക്കെ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക കോടതിയിൽ ഈ പരാജിതരായ അനുയായികൾക്ക് അവരുടെ അമലുകളെല്ലാം ഖേദം വെളിപ്പെടും വിധം, നിരാശ പ്രകടമാം വിധം, അവശമാം വിധം കാണിച്ചു നൽകും എന്നുള്ളതാണ്. ഹസറാത്തിൻ അലൈഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചപ്പോൾ എന്തൊക്കെ ആശയങ്ങളെ ആ ഒരു പ്രയോഗം പ്രദാനം ചെയ്യുന്നു എന്നത് ബോധ്യപ്പെടാനാണ് ഇതൊക്കെ ഉണർത്തിയത്. അന്ത്യനാളിന് യൗമുൽ ഹസ്രത്ത് എന്ന് പേരുണ്ട്. വഅൻദിർഹും യൗമൽ ഹസ്ര ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ എന്ന് സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഅൻദിർഹും യൗമൽ ഹസ്ര. യൗമുൽ ഹസ്രയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകൂ എന്നാണ്. യൗമുൽ ഹസ്ര എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ പേരാണ്. എന്തുകൊണ്ട് യൗമുൽ ഹസ്ര എന്ന് പരലോകത്തിന് പേര് വെച്ചു? നഷ്ടപ്പെട്ടൊരു കാര്യത്തിൽ അങ്ങേ അറ്റത്തെ സങ്കടം, അതെത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെയാണ് പരലോകം. ആ പരലോകമായാൽ അള്ളാഹു പറഞ്ഞില്ലേ, ഹത്താ ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്തതൻ ഖാലു യാ ഹസ്രതനാ അലാ മാ ഫറത്നാ ഫീഹാ. യാ ഹസ്രതനാ, ഞങ്ങളുടെ സങ്കടമേ, വിഷമമേ, ഖേദമേ എന്ന് പരിഭവിക്കുന്ന അവസ്ഥയാണ്. ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്തതൻ, പൊടുന്നനെ അന്ത്യനാൾ അവർക്ക് വരികയായാൽ. അതേപോലെ അൻ തഖൂല നഫ്സുൻ യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ. യാ ഹസ്രത എന്നൊക്കെ വിളിച്ച് സങ്കടം പറയുന്ന
ഖേദം പറയുന്ന പരലോകമാണ് യൗമുൽ ഹസ്ര. വിശ്വാസികൾ പോലും തങ്ങൾക്ക് കർമ്മങ്ങൾ കുറഞ്ഞു പോയല്ലോ, പുണ്യങ്ങൾ പരിമിതമായല്ലോ എന്ന് സങ്കടപ്പെടുന്ന പരലോകമാണ്. അതുകൊണ്ടാണ് അതിന് യൗമുൽ ഹസ്ര എന്ന് പേരിട്ടത്. ആ യൗമുൽ ഹസ്രത്തിൽ യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അമലുകളെ അവർക്ക് ഹസറാത്തിൻ അലൈഹിം തങ്ങളുടെ കർമ്മങ്ങളെ കാണിക്കും എന്നാണ് പറഞ്ഞത്. ആ കർമ്മങ്ങളേത്? പിന്നെ ഈ സങ്കടത്തിനും ഖേദത്തിനും അവശതക്കും ഒരറ്റമോ അന്ത്യമോ ഉണ്ടോ? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ തുടർച്ചയിൽ വമാഹും ബിഖാരിജീന മിനന്നാർ എന്ന് പറഞ്ഞത്? അത് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രത്യേക ഭാഗമാണ്. ഈ ആയത്തിൽ ചില അടിസ്ഥാന മസ്അലകൾ വേറെയും പഠിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.